ഏതായാലും ആ പേരിലേക്ക് തന്നെ എത്തുകയാണ് നമ്മൾ. പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ തന്നെ ഈ പേര് അത് അഭ്യൂഹങ്ങളായി നമ്മൾ കേട്ടിരുന്നു. MA ബേബി ആകാം എന്നുള്ള പേര് കേട്ടിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഒരിക്കൽ അശോക് ധാവ്ളെ എന്നുള്ള പേര് ഉയർന്നു കേട്ടത്. മുഹമ്മദ് സലീമിന്റെ പേര് കേട്ടു. പക്ഷേ ആ പേരുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് MA ബേബി എന്നുള്ള പേര് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് EMSനു ശേഷം കേരളത്തിൽ നിന്ന് പാർട്ടിയെ നയിക്കാനായി MA ബേബി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അഭിലാഷ് മോഹനനും കണ്ണൻ നായരുമാണ്. അഭിലാഷ്, ഒരുപക്ഷേ 20ാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ സഖാവ് MA ബേബിയിലേക്ക് ഈ ചെങ്കൊടിയുടെ ചുമതല എത്തുകയാണ്. ദേശീയ തലത്തിൽ വളരെയധികം രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പഴയൊരു കാലമല്ല. ബംഗാളും കേരളവും ത്രിപുരയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് CPM-ൻ്റേത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ എത്രമാത്രം വെല്ലുവിളികളായിരിക്കും സഖാവ് MA ബേബിയെ കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും മാർഷൽ, MA ബേബിയെ സംബന്ധിച്ച് ഇത് വെല്ലുവിളികളുടെ കാലം തന്നെയാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് CPIM-നെ സംബന്ധിച്ചപ്പോൾ ബഹുജന അടിത്തറ ശക്തമായിട്ടുള്ളത്. പാർട്ടിയുടെ പഴയ കോട്ടകളായ പശ്ചിമ ബംഗാളും ത്രിപുരയും ജീർണതയിലാണ്. പാർട്ടിയെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുക എന്ന ശ്രമകരമായ ദൗത്യമാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം മലയാളിയായ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി മാറുന്ന, കേരള ഘടകത്തിൽ നിന്നുള്ള ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി മാറുന്ന MA ബേബിയെ സംബന്ധിച്ചുള്ളത്. MA ബേബിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് MA ബേബി എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സ്പഷ്ടമാണ്. കാരണം ഇപ്പോഴത്തെ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ അംഗം MA ബേബി തന്നെയാണ്. അദ്ദേഹം 1989 CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയ ആളാണ്. 1992 കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ആളാണ്. 2012 അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ ആളാണ്. അശോക് ധാവ്ളെ കഴിഞ്ഞ സമ്മേളനത്തിൽ മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത് എന്നോർക്കണം. ഇപ്പോഴുള്ള പുതിയ നേതൃനിരയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ് MA ബേബി. അദ്ദേഹം 1979 SFI-യുടെ അഖിലേന്ത്യാ അധ്യക്ഷനാവുന്നു. 1987 DYFI-യുടെ അഖിലേന്ത്യാ അധ്യക്ഷനാവുന്നു. 1986 മുതൽ 98 വരെ ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രോജ്വലമായ ഒരു ഏട് MA ബേബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംഘടനാ ജീവിതത്തിനുണ്ട്. 1998 മാർച്ചിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്തരിക്കുമ്പോൾ EMSന് ശേഷം ആര് എന്ന ചോദ്യം പല ബുദ്ധിജീവികളും ഉയർത്തിയപ്പോൾ അതിനുള്ള ഉത്തരമായി പലരും പറഞ്ഞു തന്ന് MA ബേബിയെ ആയിരുന്നു. ആ MA ബേബി EMSന്റെ ദേഹവിയോഗം കഴിഞ്ഞ് കാൽ നൂറ്റാണ്ടിനിപ്പുറം 27 വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയുടെ EMS ഇരുന്ന അതേ കസേരയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള MA ബേബി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാം, സർവ്വതോന്മുഖമായ താല്പര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹമാണ് സ്വരലയയുടെ ഫൗണ്ടർ. കലാരംഗത്ത് അദ്ദേഹം, നമുക്കറിയാം, റോജർ ഫെഡററുടെ കളി കാണാൻ സെൻട്രൽ കോർട്ടിൽ വിംബിൾഡൺ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള ആൾ കൂടിയാണ്. കായിക രംഗത്തും കലാരംഗത്തുമൊക്കെ സവിശേഷമായ താല്പര്യങ്ങളുള്ള ഒരു സഹൃദയൻ കൂടിയാണ് MA ബേബി. ആ MA ബേബി തീർച്ചയായിട്ടും അഭിലാഷേ